തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. CPI പോളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷിണി അലി കൊച്ചി ബിനാലെ സന്ദർശിച്ചു. കൊച്ചി ബിനാലെയെക്കുറിച്ച് ആവേശത്തോടെയും സന്തോഷത്തോടെയും കൂടി പ്രതികരിച്ചാണ് CPI പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കൊച്ചി ബിനാലെ സന്ദർശിച്ചത്. കൊച്ചി ബിനാലെ കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു സംഭവമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു അന്താരാഷ്ട്ര കലാമേള സാധ്യമാക്കാൻ കേരള സർക്കാർ വലിയ പിന്തുണ നൽകിയതായും അവർ കൂട്ടിച്ചേർത്തു. Basic things about the human condition. They're talking about tragedy, but they're also talking about humanity, about human suffering, about being sympathetic to human suffering, about how things that we don't even realize are impacting on human beings, like production, like extraction of gold, the closure of gold fields, how things that are supposed to be improving the environment, like the waterworks, or so many things that we don't think about are so destructive of people's lives and the environment. So a lot of that makes you think. The other thing that I feel very happy is that there's a lot of space given to people who are suffering all over the world. I mean, Palestine is here. What is happening in Palestine? അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ഇന്ന് ലോകമാകെ ശ്രദ്ധേയരാകാൻ ബിനാലെയിൽ കൂടി കഴിഞ്ഞുവെന്ന് അവർ വ്യക്തമാക്കി. ബിനാലെയിൽ പ്രദർശിപ്പിക്കുന്ന കലാസൃഷ്ടികൾ മനുഷ്യാവസ്ഥയെ ആഴത്തിൽ സ്പർശിക്കുന്നവയാണെന്ന് സുഭാഷിണി അലി വ്യക്തമാക്കി. ദുരന്തങ്ങൾ, മനുഷ്യസ്നേഹം, മനുഷ്യവേദനകളോടുള്ള സഹാനുഭൂതി തുടങ്ങിയ അടിസ്ഥാന മനുഷ്യ വിഷയങ്ങളാണ് മിക്ക സൃഷ്ടികളും കൈകാര്യം ചെയ്യുന്നത്. സ്വർണ്ണഖനനം ചെയ്യൽ, വ്യവസായ ഉൽപാദനം, കൃഷിയിടങ്ങളുടെ നാശം, ജലപദ്ധതികൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങൾ പോലും മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും എത്രമാത്രം ബാധിക്കുന്നുവെന്ന ചിന്തയിലേക്ക് ഈ കലാസൃഷ്ടികൾ പ്രേക്ഷകരെ നയിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള പീഡിതരുടെ ശബ്ദങ്ങൾക്ക് ബിനാലെയിൽ ഇടം നൽകിയതായും ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്നും അവർ വ്യക്തമാക്കി. പാലസ്തീൻ വിഷയം, വീടില്ലാത്ത കുടിയേറ്റ തൊഴിലാളികളുടെ ദുരിതങ്ങൾ എന്നിവ കലയുടെ ഭാഷയിൽ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. മതത്തിന്റെയോ ദേശീയതയുടെയോ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്നത് എത്രമാത്രം തെറ്റാണെന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യവേദനകൾ ഒരേപോലെയാണെന്നും ബിനാലെ ഓർമ്മിപ്പിക്കുന്നുവെന്നും സുഭാഷിണി അലി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.